പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സ്കൈലൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എ ഡോൾസ് ജേണി എന്ന ചാപ്റ്ററാണ്, 7th സ്റ്റാൻഡേർഡിലെ. ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്, അതിലൊരു നോക്കൂ. നമുക്ക് ഈ പാഠം ഫോളോയിങ് ആദ്യം കുറച്ച് പിക്ചർ കാണാം. ക്യാപ്ഷൻസ് ബിലോ. ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ്? ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. ഞാൻ എൻ്റെ പാവയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഐ ഗിവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ പാവയെ കുളിപ്പിക്കാറുണ്ട്. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഞാൻ സ്ഥിരമായിട്ട് അതിനെ ഫീഡ് ചെയ്യാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്. ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദി ഈവനിങ്. വൈകുന്നേരം ഞാൻ എൻ്റെ പാവയും ഒത്ത് കളിക്കാറുണ്ട്. ഐ ലൾ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. രാത്രി ഞാൻ താരാട്ട് പാടി എൻ്റെ പാവയെ ഉറക്കാറുമുണ്ട്. ഇതെല്ലാം ഒരു കുട്ടിയുടെ ഇമാജിനേഷൻസാണ്. പാവയെ വെച്ച് തൻ്റെ പാവയെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുടെ ഇമാജിനേഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ഒരു പെൺകുട്ടിയും അവളുടെ പാവയും തമ്മിലുള്ള ഒരു ഉപകഥ. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ ഉപകഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. എന്നാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഫ്രാൻസ് കഫ്ക എന്നൊരു ജർമ്മൻ എഴുത്തുകാരനാണ്. ഈ കഥ ഇറ്റ് ഹാസ് ആൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. തൻ്റെ ബയോഗ്രഫിയിലും ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എ ഡോൾസ് ജേണി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലൂടെ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു കഫ്ക. എന്നാണ് ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ, ശനിയാഴ്ച ആഫ്റ്റർനൂണിൽ ഉച്ചയ്ക്ക് ശേഷം കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. അന്നേരം ബെർലിനിലൂടെ ഒരു പാർക്കിലൂടെ നമ്മുടെ എഴുത്തുകാരൻ, ജർമ്മൻ എഴുത്തുകാരനായ കഫ്ക നടക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആ പെൺകുട്ടി എന്ത് ചെയ്യുകയായിരുന്നു? ഷി വാസ് ക്രൈയിങ്. അവൾ കരയുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് കരഞ്ഞതെന്ന് നോക്കാം. ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. എന്തുകൊണ്ടെന്നാൽ അവളുടെ ഫേവറേറ്റായ, അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോൾ അവൾക്ക് മിസ്സായിരിക്കുന്നു, അവളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവളുടെ ഫേവറേറ്റ് ഡോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ആ പെൺകുട്ടി എന്ത് ചെയ്യാണ്? കരയുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ജർമ്മൻ എഴുത്തുകാരനായ കഫ്ക പെൺകുട്ടിയെ കാണുന്നത്. കഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അപ്പം കഫ്ക, നമ്മുടെ എഴുത്തുകാരൻ എന്ത് ചെയ്തു? ആ കുട്ടിയോടൊപ്പം ചേർന്ന് ഈ പാവയെ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അത് വിജയിച്ചോ? ഇല്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹീ കൺസോൾഡ് ഹെർ. അയാൾ അവളെ സമാധാനിപ്പിച്ചു. ഹീ ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹീ വുഡ് മീറ്റ് ഹെർ ദി നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദി ഡോൾ. അതുകൂടാതെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മളെ എഴുത്തുകാരൻ എന്ത് ചെയ്തു? കുട്ടിയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ ഇതേ സമയം നമുക്ക് ഈ പാവയെ നോക്കാൻ ആരും കൂടെ കൂടാമെന്ന് കുട്ടിയെ സമാധാനിപ്പിച്ചു. എന്ന് പറഞ്ഞാണ് സമാധാനിപ്പിച്ചത്. ഹീ വുഡ് മീറ്റ് ഹെർ ദി നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദി ഡോൾ. ദി നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദി പാർക്ക് ഇൻ ദി ഈവനിങ്. പിറ്റേ ദിവസം വൈകുന്നേരത്ത് അവർ വീണ്ടും അവിടെ പാർക്കിൽ കണ്ടുമുട്ടി. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കഫ്ക pretended that he had found a letter under a bench in the park. കുറച്ചു നേരം ഈ പാവയെ കണ്ടുപിടിക്കാനെന്ന വിധം നമ്മുടെ എഴുത്തുകാരൻ കഫ്ക എന്ത് ചെയ്തു? അവിടെയൊക്കെ ഈ പാവയെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് നടന്നു. പ്രട്ടൻഡ് ചെയ്യുക, നടിച്ചു നടന്നു. എന്നിട്ട് അവിടെയുള്ള പാർക്കിലൊരു ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കൊണ്ടുവന്നു. ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ ദി ബെഞ്ച് ഇൻ ദി പാർക്കിലെ ഒരു ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കണ്ടെത്തി. ഹി ഗേവ് ദി ലെറ്റർ ടു ദി ഗേൾ. ഈ ലെറ്റർ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിക്ക് അദ്ദേഹം കൊടുത്തു. കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദി ലെറ്റർ വിച്ച് വാസ് മീൻ ടു ബി ഫ്രം ദി ഡോൾ. കഫ്കയാണ് നമ്മുടെ കഫ്കയാണ്. ഈ കത്തെഴുതി കൊണ്ടുവന്ന് കത്തിന്റെ ഉള്ളടക്കം നമുക്ക് ഡോളാണ്. ഡോണ്ട് വറി അബൌട്ട് മീ. പറഞ്ഞു. അതായത് ഇങ്ങനെയാണ് കുട്ടിയുടെ കയ്യിൽ കൊടുക്കും. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദി വേൾഡ്. ഞാനൊരു യാത്രയിലാണ്, ലോകം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി വരാൻ വേണ്ടിയുള്ള, കണ്ടിട്ട് വരാനുള്ള ഒരു യാത്രയിലാണ്.
ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. ഇത് വളരെയധികം എനിക്ക് എക്സൈറ്റ്മെൻറ്റ് നൽകുന്നതാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഐ വിൽ ടെൽ യു എവറിഥിങ് വെൻ ഐ ആം ബാക്ക്. ഞാൻ തിരിച്ച് വന്നിട്ട് ഈ യാത്രയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം എന്ന് ഈ ലെറ്ററിൽ എഴുതി ആര് വെച്ചിട്ടുണ്ട്, ഡോൾ വെച്ചിട്ടുണ്ട് എന്നാണ് ആ ലെറ്റർ വായിക്കുമ്പോൾ ആ ലെറ്റർ എഴുതിയത് ഇങ്ങനെയാണ്. പക്ഷേ ലെറ്റർ ആക്ച്വലി എഴുതിയ ആരാണ്? കഫ്കയാണ് എഴുതിയത്. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ദി ലെറ്റേഴ്സ് ഫ്രം ദി ഡോൾ. കുട്ടി വീണ്ടും സ്ഥിരമായിട്ട് ഈ കത്തുകൾ സ്വീകരിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് കുട്ടി കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു, ഈ ഡോളിൽ നിന്നുള്ള കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചറസ് ഇൻ ഡീറ്റെയിൽ. അവിടെ അഡ്വഞ്ചറസ്, അതായത് ഈ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. ആർക്ക്? നമ്മുടെ ഗേളിന്. ദി ലെറ്റേഴ്സ് ഡിലേറ്റഡ് ദി ഗേൾ. വളരെയധികം സന്തോഷം നൽകി. ഈ കത്തുകളെല്ലാം നമ്മുടെ പെൺകുട്ടിക്ക്, ഈ ഗേളിന് വളരെയധികം സന്തോഷം നൽകി. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. ഇത് കുറേ നാളത്ത് തുടർന്നുകൊണ്ടേയിരുന്നു ഈ കത്തെഴുത്. ബട്ട് കഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദി ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. എന്നാൽ കഫ്ക ശ്രദ്ധിച്ചു, ഈ കത്തുകളൊക്കെ ഇപ്പം വരുന്നു, കുറേ നാളുകൊണ്ട് ഈ കത്തുകളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായി കുട്ടി വീണ്ടും എന്ത് ചെയ്യുന്നു? വളരെ മൂടിയായിട്ട്, വളരെ വിഷമിച്ച് ദിവസം കഴിയുന്നവരും കുട്ടി വിഷമത്തിൽ കാണപ്പെടുന്നു. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. വളരെ തൻ്റെ പാവ തിരിച്ചു വരണമെന്നാണ് വീണ്ടും അവൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാവയെ കാണാനാണ് കുട്ടി വിഷമിച്ചിരിക്കുന്നത്. വീണ്ടും വിഷമമുള്ളിൽ വിഷമമുണ്ടായി. ആൻഡ് കഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്കപ്പ് ലെറ്റേഴ്സ്. ഒരു കാര്യം മനസ്സിലായി, ഡെഫിനറ്റായിട്ട് ഇങ്ങനെ ഈ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? അതൊന്നും നമ്മുടെ കുട്ടിയെ സാന്ത്വനിപ്പിക്കുന്നില്ല, വിഷമിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും ഒരു മാർഗ്ഗമല്ല എന്നുള്ള കാര്യം കഫ്ക്ക് മനസ്സിലായി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അദ്ദേഹം ഒരു മാർഗം കണ്ടുപിടിച്ചു, ഒരു വഴി കണ്ടുപിടിച്ചു. There were no letters for some times. Then one day Kafka told the girl that the doll was engaged to be married. അപ്പം കുറച്ച് ദിവസത്തേക്ക് പിന്നെ കത്തുകളൊന്നും അയച്ചില്ല, കത്തുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല കുറച്ച് നാളത്തേക്ക്. അപ്പം ഒരു ദിവസം നമ്മുടെ കഫ്ക ടോൾഡ് ദി ഗേൾ, പെൺകുട്ടിയോട് പറഞ്ഞു, ദി ഡോൾ വാസ് എൻഗേജ്ഡ് ഇറ്റ് ടു ബി മാരീഡ്. കല്യാണം കഴിക്കാൻ വേണ്ടിയെല്ലാം തയ്യാറെടുക്കുകയാണ് ഈ പെൺകുട്ടി എന്ന് കഫ്ക ഈ പെൺകുട്ടിയോട് പറഞ്ഞു. നമ്മുടെ ഡോൾ ഉണ്ടല്ലോ, ഡോൾ കല്യാണം കഴിക്കാനുള്ള എല്ലാ എൻഗേജ് ആയിരിക്കുകയാണ് എന്ന കാര്യം പറഞ്ഞു. ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദി കൺട്രിയുടെ വേറൊരു ഭാഗത്തേക്ക് ഞാൻ പോയ സമയത്ത് ഞാൻ ഈ പാവയെ കാണാനിടയായി, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കഫ്ക ആൾസോ ടോൾഡ് ഹെർ ദാറ്റ്. കഫ്ക ഇതും കൂടി പറഞ്ഞു, എന്തെന്നാൽ ദാറ്റ് ദി ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം യങ് മാൻ, അതായത് ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ഇറ്റ് ടു ദി യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. ഈ പാവ കല്യാണം കഴിക്കാമെന്ന യങ് മാനെ തന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി എന്നുകൂടി അദ്ദേഹം പെൺകുട്ടിയോട് പറഞ്ഞു. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. കുറച്ച് നാളത്തേക്ക് കത്തെഴുതാൻ പറ്റാത്തതിന് അവൾക്ക് ഡോളിന് അതിയായ വിഷമമുണ്ട് എന്നുകൂടി പറഞ്ഞു. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദി പ്രിപ്പറേഷൻസ് ഫോർ ദി വെഡ്ഡിങ് വെയർ ഓവർ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കത്തെഴുതാം, അല്ലെങ്കിൽ ഈ ഡോൾ കത്തെഴുതാം എന്നുകൂടി ഡോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് കഫ്ക ഈ പെൺകുട്ടിയോട് പറഞ്ഞു. ദി ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. അപ്പോൾ ഈ ഡോളിൽ നിന്നും ഈ വാർത്തകളെല്ലാം കേട്ടപ്പോൾ, ഡോൾ പറഞ്ഞയച്ച കാര്യങ്ങളെല്ലാം കഫ്ക പറഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷം തോന്നി. ബട്ട് ഷീ വണ്ടേഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. എന്നാൽ അവൾ വീണ്ടും കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് അതിശയം ഉണ്ടായി, അല്ലെങ്കിൽ അവൾ ആശ്ചര്യപ്പെട്ടു, ഇങ്ങനെ ഇനി എന്നാണ് ഞാനിനി കാണുക, എന്നാണ് എൻ്റെ പാവക്കുട്ടിയെ കാണുക എന്ന് ആര് ചിന്തിക്കുന്നു? ഷീ വണ്ടേഡ്, നമ്മുടെ ഗേൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്നെ അത്ഭുതമായിട്ടോട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ന് കാണും, എന്നിനി എൻ്റെ പാവക്കുട്ടിയെ ഞാൻ കാണും എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ ഗേൾ.